ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഡെറിവേറ്റീവ് ആൻഡ് റൂൾസ് ഓഫ് ഡിഫറൻസിയേഷൻ. അതിൽ ഫസ്റ്റ് സെക്ഷൻ ആണ് ലിമിറ്റ്. സോ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒരു റേറ്റ് ഓഫ് ചേഞ്ച്, അതായത് നമ്മൾ എടുക്കുന്ന ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിൽ വരുന്ന ഏറ്റക്കുറച്ചിലുകൾ. ഓക്കെ, സോ അതിനെയാണ് നമ്മൾ മെയിനായിട്ടും ആ ഡെറിവേറ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ റൂൾസ്, ഒരു ഡിഫറൻസിയേഷൻ നമ്മളൊരു ഫംഗ്ഷനിൽ അല്ലെങ്കിൽ നിങ്ങളുടേതായ ഫംഗ്ഷനിൽ, ഓക്കെ, സോ ഫംഗ്ഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഡിഫറൻസിയേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ റൂൾസുകൾ എന്തൊക്കെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ ഈ സെക്ഷനിൽ പഠിക്കുന്നത്. അതിൽ ഫസ്റ്റ് സെക്ഷനാണ് ലിമിറ്റ്. സോ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, ഇപ്പം നമ്മളൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതിനൊരിപ്പം ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു മാർക്ക് ചെയ്യാണ് 0 സ്കെയിൽ 1 2. അപ്പം നമുക്ക് അവിടെ പറഞ്ഞിരിക്കുകയാണ് 2 വരെയാണ് നമ്മുടെ മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പം 2 വരെ മാർക്ക് ചെയ്യാനുള്ള ലിമിറ്റേഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, മാക്സിമം 2 വരെ മാത്രമേ നമുക്ക് ലൈൻ വരയ്ക്കാൻ പറ്റുള്ളെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, മാക്സിമം അത് ഇവിടെ വരെ 2 വരെ നമ്മൾ പോകുന്നു. ആ ഒരു ലിമിറ്റിംഗ് കേസ്, ലിമിറ്റ് വെച്ചുകൊണ്ട് നമ്മൾ ഇതാക്കുന്നു. അപ്പം നമുക്കൊരു 100 റുപ്പീസ് ഉണ്ട് എങ്കിൽ നമ്മൾ ആ 100 റുപ്പീസിൻ്റെ കയ്യിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, മാക്സിമം നമ്മളുടെ എന്തേ ഉള്ളൂ, 100 റുപ്പീസേ ഉള്ളൂ. അപ്പം നമ്മൾ എന്ത് ചിലവാക്കുമ്പോഴും ഇരിക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു 100 റുപ്പീസിനുള്ളിലായിരിക്കും നമ്മളുടെ കാര്യങ്ങൾ വരിക. മാക്സിമം 100 റുപ്പീസ്, 100 രൂപ വരെയാണ് നമ്മളുടെ എന്ത് ചെയ്യുന്നത്, ലിമിറ്റിംഗ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പം ലിമിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ നമ്മൾ ഏതൊരു ഫംഗ്ഷൻ എടുത്താലും ആ ഫംഗ്ഷന്റെ വാല്യൂ പറയുന്നത് ഒരു പർട്ടിക്കുലർ വാല്യൂയിലേക്ക് അപ്രോച്ച് ചെയ്യുക. ഇപ്പം f(x) എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ആ ഫംഗ്ഷൻ ഒരു പർട്ടിക്കുലർ വാല്യൂ വരെ അപ്രോച്ച് ചെയ്യുക. ആസ് എന്ത് ചെയ്യുന്നു, x ടെൻഡ് ടു സം a. അതായത് നമ്മൾ ഇവിടെ എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ, ഇപ്പം നമ്മളിവിടെ നിങ്ങളുടെ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അവിടുത്തെ എക്സാമ്പിൾ പറയുന്നുണ്ട്, ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡിപ്പെൻഡ് അപ്പോൺ ദ അവൈലബിലിറ്റി ഓഫ് ക്യാപിറ്റൽ ഇൻ ദ എക്കോണമി. സോ എക്കണോമിയിൽ നമ്മൾ വരുന്ന ക്യാപിറ്റൽ ഒക്കെ നിങ്ങളുടെ എക്കണോമിക്കൽ വേർഡാണ്. സോ അത് നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടെന്നറിയാം. സോ ക്യാപിറ്റലിന്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പറഞ്ഞത് എവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അവൈലബിലിറ്റി ഓഫ് ക്യാപിറ്റലിനെയാണ് നമ്മളവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അവിടെ നമ്മൾ ആർ എന്ന് പറയുന്ന, അപ്പം അവിടെ നമ്മൾ എടുക്കുകയാണ് മിനിമം ലിമിറ്റ് ഓഫ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന് നമ്മൾ 6 കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, സോ നമ്മളിവിടെ 6 എന്ന് പറഞ്ഞ ഇൻട്രസ്റ്റ്. അപ്പം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് മിനിമം എന്താണെന്ന് പറയുന്നത് 5%. മിനിമം 5% വരെ നമുക്ക് അതിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ അവിടെ കെ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആണ്. അതുപോലെ സി എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് കോൺസ്റ്റന്റ് ആണ്. അപ്പം നമ്മളിവിടെ എടുക്കുന്നത് എന്താ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡിപ്പെൻഡ് അപ്പോൺ ദ അവൈലബിലിറ്റി ഓഫ് ദ ക്യാപിറ്റൽ ഇൻ ദ എക്കോണമി. സോ എക്കണോമിയിൽ നമ്മൾ ആ ക്യാപിറ്റലിന്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് നമ്മൾ അതിലാണ് നമ്മൾ എന്ത്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന്റെ റേറ്റ് ആകുമ്പോൾ ചേഞ്ചസ് വരുന്നത്, അത് നമ്മളവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ എടുക്കുകയാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന്റെ മിനിമം പറയുന്നത് എന്താണ്, 5% ആണ്. അപ്പം നമുക്ക് ഇവിടെയുള്ള ഈ ഫംഗ്ഷന് ആർ ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ കൺസിഡർ ചെയ്യാം, 5 + c ഡിവൈഡഡ് ബൈ k എന്ന് പറഞ്ഞിട്ട് കൺസിഡർ ചെയ്യാം. സോ k ഈസ് എ ക്യാപിറ്റൽ, c ഈസ് എ കോൺസ്റ്റന്റ്. ഇതിന്റെ മാക്സിമം റേറ്റ് എന്ത് വരും, 5%ന്റെ കേസ് വരും. ഇനി k എന്ന് പറയുന്നത് നമ്മൾ സ്മോൾ ആണ് കൺസിഡർ ചെയ്യുക. k പറയുന്നത് സ്മോൾ ആക്കുക എന്ന് പറഞ്ഞാൽ എന്താ, കെന്റെ വാല്യൂസ്, അതായത് ക്യാപിറ്റലിന്റെ വാല്യൂസ് കുറയുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് വരും, ഡിനോമിനേറ്റർ കുറയുകയാണെന്ന് പറഞ്ഞാൽ ഈ ടേം തന്നെ എന്തായിരിക്കും, കൂടുതലാണ്. അപ്പം ഈ ടേം കൂടുതലാണെന്ന് പറഞ്ഞത് എന്തായിരിക്കും, 5%-നേക്കാളും കൂടുതൽ വാല്യൂസ് വരും. അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ തന്നിരിക്കുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ലാർജ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി അതേപോലെ തന്നെ ഇന്ന് നമ്മൾ കെയിന് നമ്മൾ അവൈലബിലിറ്റി, അതായത് അവൈലബിലിറ്റി ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു, ലാർജ് ആക്കി കൊണ്ടുവരും. അപ്പം ലാർജ് ആക്കുന്നതിനനുസരിച്ച് ഡിനോമിനേറ്റർ ലാർജ് ആണെങ്കിൽ ഈ വാല്യൂ എന്തായിരിക്കും, കുറഞ്ഞു വരും. അപ്പം ഇത് കുറഞ്ഞ എന്ന് പറഞ്ഞാൽ 6 എന്ന് പറയുന്നത് എന്തായി മാറും, സ്മോളായി, ചെറുതായിട്ട് വരും. ക്ലിയർ. ഇനി അതേപോലെ തന്നെ കെ എന്ന് പറയുന്നത് വെരി ലാർജ്, നമ്മൾ വെരി ലാർജ് ആക്കിയിട്ടാണ് കൊടുക്കുന്നത് എങ്കിൽ നമുക്ക് എന്ത് പറയാം, 6 എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇൻക്രീസ്, വെരി ലാർജ് ആക്കി കൊണ്ടുവരുന്നതിനനുസരിച്ച് 6 പറയുന്നത് എവിടെ വരെ റീച്ച് ചെയ്യും,
5% വരെ എത്തിക്കും. ഇപ്പൊ നമ്മൾ കെയിനെ വെരി ലാർജ് ആക്കി കൊണ്ടുവരുന്നതനുസരിച്ചിട്ട് ഇത് എത്രത്തോളം കൂട്ടാൻ പറ്റുന്നോ അത്രത്തോളം കൂട്ടുക. അപ്പൊ അത്രത്തോളം കൂട്ടുന്നതനുസരിച്ച് ഈ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ലെസ് ആയിരിക്കും. ഈ വാല്യൂ ലെസ് ആവുന്നതിനനുസരിച്ച് മാക്സിമം എന്ത് വരെ ആയിരിക്കും? 5% വരെ, ലെസ് ദാൻ 5%. എന്തായാലും അത് എവിടെ വരെ റീച്ച് ചെയ്യുള്ളൂ? 5-നേക്കാളും എന്തായിരിക്കും? 5 വരെ റീച്ച് ചെയ്യും. ഓക്കെ, സോ 6 വലുതാവുന്നതിനനുസരിച്ച് മാക്സിമം അത് ഇതുവരെ എത്തുള്ളൂ? 5 വരെ എത്തുള്ളൂ. ക്ലിയർ? അപ്പൊ കെ എന്ന് പറഞ്ഞ് നമ്മൾ കൂട്ടുന്നതിനനുസരിച്ചിട്ട് എത്ര വരും? 6 എന്ന് പറഞ്ഞത് എന്തായിരിക്കും? ലാർജ്. 6 പറഞ്ഞ ലാർജ് ആണെന്ന് പറഞ്ഞാൽ മാക്സിമം എന്ത് ചെയ്യും? 5%-നേക്കാട്ടിലും കൂടുതലായിരിക്കാം. അതേപോലെ കെ നമ്മൾ എത്രത്തോളം വലുതാക്കാൻ പറ്റുന്നോ അത്രത്തോളം വലുതാക്കുന്നതിനനുസരിച്ചിട്ട് 6 പറയുന്ന വാല്യൂ എന്തായിരിക്കും? ചെറുതായിരിക്കാം. അപ്പൊ ചെറുതാണെന്ന് പറഞ്ഞത് മാക്സിമം എവിടെ വരെ എത്തുള്ളൂ? 5%-നേക്കാട്ടിൽ എന്തായിരിക്കില്ല? കുറയില്ല. മാക്സിമം ആ 5% വരെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? 6ന്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ നിൽക്കുള്ളൂ. അപ്പൊ ഇവിടുത്തെ 6 എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് മാക്സിമം ഏതായിരിക്കും? 5. അതായത് 5%-നേക്കാട്ടിലും കുറയില്ല. അതിന്റെ ലിമിറ്റ് 5% ആണ്. അതുവരെ അതിന്റെ എന്തുണ്ടാവും? അതിന്റെ ആ ക്യാപിറ്റൽ അവൈലബിലിറ്റി ഓഫ് ക്യാപിറ്റൽ ആണെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അതുവരെ ഡിപ്പെൻഡ് ചെയ്യും. സോ മാക്സിമം എന്ത് വരെ എത്തുള്ളൂ? 5 വരെ. അതായത് മാക്സിമം എന്ന് പറഞ്ഞാൽ അതിന്റെ ലിമിറ്റ് പറഞ്ഞത് എന്താണ്? 5%. 5-നേക്കാട്ടിലും കുറയില്ല, ബട്ട് നമുക്ക് കെ കുറഞ്ഞതനുസരിച്ച് 5-നേക്കാട്ടിലും കൂടാം. ഓക്കെ, മാക്സിമം അതിന്റെ എവിടെ വരെ എത്തുള്ളൂ? നമ്മുടെ 5. അപ്പൊ നമുക്ക് ഇതിനെ തന്നെ നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും? k ടെൻഡ് ടു ആൽഫ r is equal to 5. അപ്പൊ കെ കൂടുന്നതിനനുസരിച്ച് ആറിന്റെ വാല്യൂ എന്ന് പറയുന്നത് മാക്സിമം എവിടെ വരെ എത്തുള്ളൂ? 5 വരെ എത്തുള്ളൂ. അപ്പൊ ലിമിറ്റ് എന്ന് പറയുന്നതിന് ഒന്നില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, അതല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം, അതല്ലെങ്കിൽ ഇങ്ങനെയും നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ലിമിറ്റ് എന്ന് പറയുന്നതിന്റെ നൊട്ടേഷൻസ് ആണ് കേട്ടോ. അത് ഒന്നില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ എടുക്കാം, ഇങ്ങനെ. അപ്പൊ ഞാൻ കൂടുതലും ഇതായിരിക്കും ഞാൻ യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും എടുക്കാം. ഇതെല്ലാം ലിമിറ്റിന്റെ നൊട്ടേഷൻസ് ആണ്. അപ്പൊ ഇതാണ് ലിമിറ്റ്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? കെയിന്റെ വാല്യൂ കെ ടെൻഡ് ടു ആൽഫ ഇസ് എനി നമ്പർ. ഓക്കെ, അപ്പൊ കെ എന്ന് പറയുന്ന ഒരു വാല്യൂ, കെ എന്ന് പറയുന്നത് നമ്മൾ എന്താണ് എടുത്തത്? നമ്മൾ ക്യാപിറ്റൽ. സോ ക്യാപിറ്റൽ ഏതെങ്കിലും ഒരു വാല്യൂലേക്ക്, അതായത് വലുതാവുന്നതിനനുസരിച്ച്, ക്യാപിറ്റൽ വലുതാവുന്നതിനനുസരിച്ച് ആറിന്റെ വാല്യൂ എന്ന് പറയുന്നത് മാക്സിമം എവിടെ വരെ എത്തും? 5. അപ്പൊ ഇവിടെയുള്ള ആറിന്റെ ലിമിറ്റ് പറയുന്നത് എന്താണ്? ഇവിടുത്തെ 5 ആണ്. ഇതാണ് ലിമിറ്റ് എന്ന് പറയുന്നത്. നമ്മളുടെ ബേസ് വാല്യൂവിനനുസരിച്ച് നമ്മൾ എത്രത്തോളം ബേസ് വാല്യൂ നമ്മൾ കൂട്ടുകയോ അതുപോലെ തന്നെ കുറയ്ക്കുകയോ ചെയ്യാം. അപ്പൊ അങ്ങനെ കൂട്ടുന്നതിനനുസരിച്ച് നമ്മളുടെ ഫംഗ്ഷന്റെ വാല്യൂ, നമ്മുടെ ഫംഗ്ഷന്റെ വാല്യൂ എവിടെ വരെ എത്തുള്ളൂ? പർട്ടിക്കുലർ ഒരു വാല്യൂയിലേക്ക് അപ്രോച്ച് ചെയ്യും. ഇപ്പൊ നമ്മളിവിടെ ഫംഗ്ഷൻ എടുക്കുകയാണ്. ഇപ്പൊ f(x) എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ എടുക്കണം. ടെക്സ്റ്റിൽ തന്നെ ഡെഫിനിഷൻ ഉണ്ട്. എ ഫംഗ്ഷൻ f(x) is said to be approach the limit L as x approaches to a if the difference between f(x) and L can be made as small as possible by taking x sufficiently near to a. So f(x) എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫംഗ്ഷൻ. അപ്പൊ f(x)ന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് the limit of f(x) is what? L as x approach to a. x എന്ന് പറയുന്ന വാല്യൂ എയിലേക്ക് അപ്രോച്ച് എയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അതല്ലെങ്കിൽ എന്ത് പറയാം? നമുക്ക് എക്സ് എന്ന് പറയുന്ന വാല്യൂ എയിലേക്ക് ടെൻഡ് ചെയ്യുക, എന്റെ അടുത്തേക്ക് വരിക എന്നാണ് അതിന്റെ മീനിങ്. എന്റെ അടുത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഈ ഡിഫറൻസ് എക്സ് മൈനസ് എന്റെ ഡിഫറൻസ് പറഞ്ഞാൽ എന്തായിരിക്കും? ചെറുതാണ്. ലെസ് ദാൻ എ സ്മോൾ ക്വാണ്ടിറ്റി ആയിരിക്കും, സ്മോൾ നമ്പർ ആയിരിക്കും. ക്ലിയർ? ഇപ്പൊ എക്സ് നമ്മളിപ്പോ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരിക പറഞ്ഞെന്താ? ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഞാനും നിങ്ങളും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ ഒരു ഡിസ്റ്റൻസ് പറയുന്നത് എന്തായിരിക്കും? കുറഞ്ഞു വരികയാണെന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ എക്സ് എന്ന് പറയുന്ന വാല്യൂ എയിലേക്ക് അപ്രോച്ച് ചെയ്യുക. എയിലേക്ക് വരുന്നതിനനുസരിച്ച് f(x) എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇമേജ് ആണോ പഠിച്ചതെന്ന് എനിക്കറിയില്ല. കാരണം നമ്മൾ ഒരു വ്യത്യാസം നിങ്ങൾക്ക് ഉണ്ടാവും. ഞാൻ ആദ്യമേ പറയുന്നുണ്ട്, ഇപ്പം ഞാൻ മാത്സ് ആയതുകൊണ്ട് പറയുന്നത് മുഴുവനും മാത്സിന്റെ ബേസിലായിരിക്കും. അപ്പം ഇൻ കേസ് നിങ്ങൾക്ക് മനസ്സിലാവാത്ത എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പറയുക കേട്ടോ. കാരണം നമുക്ക് പറയാൻ പറ്റില്ല, നിങ്ങൾ എക്കണോമിക്കലായിട്ടായിരിക്കും മാത്സിന്റെ ഓരോ ടേംസുകൾ പഠിക്കുന്നുണ്ടാവുക. അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ
ജസ്റ്റ് പറഞ്ഞു എനിക്ക് മെസ്സേജ് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറയുന്നതിൻ്റെ ഇമേജ് ആണ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് എയിലേക്ക് അപ്രോച്ച് ചെയ്യുന്നതിനനുസരിച്ച് എഫ് ഓഫ് എക്സ് എക്സിൻ്റെ ഇമേജും ഒരു പർട്ടിക്കുലർ വാല്യൂ എൽ എന്ന് പറയുന്ന വാല്യൂലേക്ക് എന്ത് ചെയ്യുന്നു, അപ്രോച്ച് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടുത്തെ. സോ എൽ ഇസ് ദ ലിമിറ്റ് വാല്യൂ ഓഫ് എന്ത് പറയാം, നമുക്ക് എഫ് ഓഫ് എക്സ് പറയാം. ഓക്കെ, അപ്പോൾ ഈ നൊട്ടേഷൻ ഇതിനെ നമ്മൾ നൊട്ടേഷൻ ആക്കി എഴുതുകയാണ്. ലിമിറ്റ് എക്സ് ടെൻ ടു എ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എൽ. അപ്പോൾ എക്സ് എയിലേക്ക് അപ്രോച്ച് ചെയ്യുന്നതിനനുസരിച്ച് എഫ് ഓഫ് എക്സിൻ്റെയും എല്ലിൻ്റെയും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, കുറഞ്ഞു വരിക. ഡിസ്റ്റൻസ് പറയുന്നത് എന്താ, വെരി സ്മോൾ നമ്പർ ആയിരിക്കും. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ലിമിറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ലിമിറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, നമ്മളുടെ എക്സ് ഫംഗ്ഷന്റെ കേസ് പറയുകയാണെങ്കിൽ എക്സ് എന്ന് പറയുന്ന വാല്യൂ ഒരു പർട്ടിക്കുലർ വാല്യൂയിലേക്ക് അപ്രോച്ച് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ ഇമേജും എവിടത്തേക്ക് പോകുന്നു, ഒരു പർട്ടിക്കുലർ വാല്യൂയിലേക്ക് അപ്രോച്ച് ചെയ്യുന്നു. അങ്ങനെ അപ്രോച്ച് ചെയ്യുന്ന ആ എല്ലിനെ പറയുന്ന പേരാണ് ലിമിറ്റ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഒരു അനദർ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ലിമിറ്റ് എക്സ് ടെൻ ടു 4 എക്സ് സ്ക്വയർ ഇക്വൽ ടു 60. ഇവിടെ എന്താ പറയുന്നത്, എക്സ് എന്ന് പറയുന്നത് 4ലേക്ക് അപ്രോച്ച് ചെയ്യുക. ഇപ്പം എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ 4ലേക്ക് അപ്രോച്ച് ചെയ്യുന്നതിനനുസരിച്ച് എക്സ് സ്ക്വയർ എവിടേക്ക് അപ്രോച്ച് ചെയ്യും, 16ലേക്ക് അപ്രോച്ച് ചെയ്യും. അപ്പം നമ്മൾ ഒരു കൈൻഡ് എക്സാമ്പിൾ പറയണം. ഇപ്പോൾ എക്സ് 10 to 4 എന്ന് പറയുമ്പോൾ പോസിറ്റീവ് വാല്യൂസ് കൺസിഡർ ആണെങ്കിൽ 1 2 3 4 ഇങ്ങനെ എത്രയുണ്ട്. അപ്പോൾ എക്സ് 1 ആവുന്ന കേസിൽ എന്ത് വരും, എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ എവിടെ വരും, 1. എക്സ് 2 ആവുന്ന കേസിൽ എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്തായിരിക്കും, 4. എക്സ് ഇസ് ഈക്വൽ ടു 3 ആവുന്ന കേസിൽ എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്ത് വരും, 3 കൊടുക്കുമ്പോൾ 9. എക്സ് ഇസ് ഈക്വൽ ടു 4 എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ എവിടെയായിട്ട് വരും, 16 എന്ന് പറയും. ഓക്കെ, എക്സിന് 4 കൊടുക്കുമ്പോൾ 16 വരും. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ, എക്സ് എന്ന് പറയുന്ന വാല്യൂ 4ലേക്ക് അപ്രോച്ച് ചെയ്യുന്നതിനനുസരിച്ച് എക്സ് സ്ക്വയർ എന്ന് പറയുന്ന വാല്യൂ എവിടെയാണ് എത്തുന്നത്, 16. നമ്മൾ എക്സ് എവിടെ വരെ കൊടുക്കുന്നുള്ളൂ, 4 വരെ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ എക്സ് സ്ക്വയർ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എവിടെ വരെ എത്തുന്നുണ്ട്, 16 വരെ എത്തുന്നുണ്ട്. അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും, ലിമിറ്റ് എക്സ് ടെൻ ടു 4 എക്സ് സ്ക്വയർ ഇക്വൽ ടു എന്താണ്, 16. എക്സ് 4ലേക്ക് അപ്രോച്ച് ചെയ്യുന്നതനുസരിച്ച് എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ പറയുന്നത് എവിടേക്ക് അപ്രോച്ച് ചെയ്യുന്നു, 16 എന്ന് പറയുന്ന വാല്യൂയിലേക്ക് അപ്രോച്ച് ചെയ്യുന്നു. സോ 16 ഇസ് ദ ലിമിറ്റിംഗ് വാല്യൂ ഓഫ് എന്ത് പറയാം, നമുക്ക് എക്സ് സ്ക്വയറിന് പറയാം. സോ ക്ലിയർ. ഓക്കെ, സോ നെക്സ്റ്റ് കുറച്ച് പ്രോപ്പർട്ടീസ് ആണ്. സോ പ്രോപ്പർട്ടീസ് ഫസ്റ്റ് പറയുന്ന പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ റൂൾസ് ആണ് കേട്ടോ. റൂൾസ് ഓഫ് ലിമിറ്റ് ആണ്. സോ റൂൾസ് ഓഫ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ പറയുന്നത് കെ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താ, 1 2 3 എക്സെട്ര ഏത് നമ്പറും ആവാം. ഓക്കെ, അപ്പം ലിമിറ്റ് എക്സ് ടെൻ ടു എ കെ ഈസ് ഈക്വൽ ടു കെ. അപ്പം നമ്മൾ കെ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അപ്പം എക്സ് നമ്മൾ എയിലേക്ക് അപ്രോച്ച് ചെയ്യുന്നതിനനുസരിച്ച് കോൺസ്റ്റന്റ് വാല്യൂ പറയുന്നത് എപ്പോഴും എന്ത് തന്നെ വരുള്ളൂ, കോൺസ്റ്റന്റ്. അപ്പോൾ അതായത് ഒരു കോൺസ്റ്റന്റ് വാല്യൂവിന് ലിമിറ്റ് അപ്ലൈ ചെയ്താൽ എന്ത് വരുന്നില്ല, ചേഞ്ചസ് വരുന്നില്ല. അത് എന്ത് തന്നെയായിരിക്കും, കോൺസ്റ്റന്റ് തന്നെയാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. ഇനി രണ്ടാമത്തത് എൻ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഇൻറ്റീജർ ആണ്. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻ ടു എ എക്സ് റേസ് ടു എൻ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം, എ റേസ് ടു എൻ പറയാം. അതായത് എന്താണ്, എൻ ഒരു പോസിറ്റീവ് പവറിന് അപ്ലൈ ചെയ്യാണ്. ഇപ്പം എക്സ് ടെൻ ടു എ ആണെങ്കിൽ എക്സ് റേസ് ടു എൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നു, എക്സിന് നമ്മൾ എന്ത് കൊടുക്കുന്നു, എ കൊടുക്കണം. അപ്പോൾ എ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എ റേസ് ടു എൻ എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് സെക്കൻഡ് റൂൾ പറയുന്നത്. ഇനി തേർഡ് റൂൾ പറയുന്നത് കെ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റും എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനും. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻ ടു എ കെ ഇൻറ്റു, നമുക്കറിയാം കെ ഒരു കോൺസ്റ്റന്റ് ആണ്, എഫ് ഓഫ് എക്സ് ഇസ് എ ഫംഗ്ഷൻ ആണെങ്കിൽ കെ ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്, ഫംഗ്ഷൻ തന്നെയാണ്. സോ ലിമിറ്റ് എക്സ് ടെൻ ടു എ കെ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്താ അറിയാം, കോൺസ്റ്റന്റിന് ലിമിറ്റിന്റെ, കാരണം കോൺസ്റ്റന്റ് എന്താണ്, കോൺസ്റ്റന്റിന് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് തന്നെയാണ് കിട്ടുന്നത്, കോൺസ്റ്റന്റ് തന്നെയല്ലേ കിട്ടുന്നത്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ലിമിറ്റിംഗ് ഈ ഇവിടെ നിന്ന് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ കെ ഇൻറ്റു എഫ് ഓഫ് എക്സിൽ നിന്ന് കെയിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലിമിറ്റ് ഡസ് നോട്ട് ചേഞ്ച് എന്നല്ല അർത്ഥം. കോൺസ്റ്റന്റിന് ലിമിറ്റിംഗ് അപ്ലൈ ചെയ്താൽ എന്ത് തന്നെ വരുന്നുള്ളൂ, കോൺസ്റ്റന്റ് തന്നെയാണ് വരിക എന്ന് പറഞ്ഞാൽ അവിടെ ലിമിറ്റിംഗ് അവിടെ കോൺസ്റ്റന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ കെ എന്ന് പറയുന്ന നമ്പറിനെ ലിമിറ്റിൻ്റെ പുറത്തേക്ക് എഴുതാം. സോ എന്നിട്ട് ലിമിറ്റ് ആർക്ക് മാത്രം കൊടുക്കുക, തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സിന് മാത്രം കൊടുക്കുക. ഓക്കെ, അപ്പോൾ ലിമിറ്റ് കെ ടെൻസ് ടു എ, കെ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി ഫോർത്ത് വൺ പറയുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ. നമുക്കറിയാം എഫ് ഓഫ് എക്സ് ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ ജി ഓഫ് എക്സും ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എന്തായിരിക്കും, ഒരു ഫംഗ്ഷനാണ്. അതുപോലെ എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് എന്താണ്, അതും ഒരു ഫംഗ്ഷനാണ്. ഇനി നമ്മൾ ലിമിറ്റിംഗ് കൊടുക്കുകയാണ്, അതായത് ലിമിറ്റ് ഓഫ് സം ഓഫ് ദ ഫംഗ്ഷൻ ഈക്വൽ ടു എന്താ, സം ഓഫ് ദ കറസ്പോണ്ടിങ് ലിമിറ്റ് ഓഫ് ദ ഫംഗ്ഷൻസ് ആണ്. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് പ്ലസ് ഓർ മൈനസ് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്താ, ലിമിറ്റ് എന്തിനു കൊടുക്കണം, ആദ്യം നമ്മൾക്ക് ലിമിറ്റ് ആർക്ക് കൊടുക്കുക, എഫ് ഓഫ് എക്സിന് കൊടുക്കണം. സൈൻ എന്ത് വരും, പ്ലസ് ഓർ മൈനസ് സൈൻ. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ജി ഓഫ് എക്സ്. അപ്പം നമ്മൾ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് പറയുന്ന സം ഫംഗ്ഷൻ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്ത് എന്തായിരിക്കും, സെപ്പറേറ്റ് ആയിട്ട് ലിമിറ്റിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇതാണ് ഫോർത്ത് വൺ. ഫിഫ്ത്ത് വൺ എന്താ പറയുന്നത്, ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ്. നമ്മൾ രണ്ട് ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റ് ആണ് എടുക്കണമെങ്കിൽ സോ അതിൻ്റെ ലിമിറ്റും വാല്യൂ എന്താ, ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ജി ഓഫ് എക്സ്. നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു, എഫ് ഓഫ് എക്സിൻ്റെ ലിമിറ്റിനും കൊടുക്കുന്നു, കറസ്പോണ്ടിങ് ജി ഓഫ് എക്സിൻ്റെ ലിമിറ്റിനും കൊടുക്കുന്നു. അപ്പോൾ ഇതെന്താണ്, ഇതാണ് നമ്മുടെ സിക്സ്ത് പ്രോപ്പർട്ടി, പ്രോഡക്റ്റ് ഓഫ് ദ ഫംഗ്ഷൻസ്. പ്രോഡക്റ്റ് ഓഫ് ദ ഫംഗ്ഷൻ ലിമിറ്റ് അപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുന്നു, ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സും ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ജി ഓഫ് എക്സും. ഓക്കെ, സിക്സ്ത് വൺ എന്താ, ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു എന്താ, നേരെ ഡിവിഷന് കൊടുക്കുന്ന പോലെ തന്നെ എന്ത് ചെയ്യുന്നു, എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സ് ആണെങ്കിൽ ജി ഓഫ് എക്സ് മസ്റ്റ് ബി എന്തായിരിക്കണം, not equal to 0 ആയിരിക്കണം. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്ത് കൊടുക്കണം, ലിമിറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ എങ്ങനെ കൊടുക്കുക, ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ജി ഓഫ് എക്സ്. കറസ്പോണ്ടിങ് ന്യൂമറേറ്ററിന് ലിമിറ്റ് കൊടുക്കുന്നു, അതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിനോമിനേറ്ററിനും ലിമിറ്റ് കൊടുക്കുന്നു. ആൻഡ് സെവൻത്ത് വൺ എന്താണ്, limit x tends to a f of x whole raised to n is equal to limit x tends to a f of x whole raised to n. അതായത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ പവേഴ്സ്, ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഹോൾ റേസ് ടു എൻ, അതിന് നമ്മൾ ലിമിറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ആർക്ക് ഈക്വൽ ആണ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതിന്റെ ലിമിറ്റിംഗ് വാല്യൂവിന്റെ പവേഴ്സിനോട് നമുക്ക് ഈക്വൽ ആണ്. അപ്പം ഇതാണ് സെവൻത്ത് റൂൾ. അപ്പം ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇനി എല്ലാ പ്രോബ്ലംസും പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങളുടെ ഫസ്റ്റ് വൺ പറയുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 10 ഇസ് ഈക്വൽ ടു 10. 10 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, എക്സ് എവിടേക്ക് വേരി ചെയ്യുന്നു, 2ലേക്ക് വേരി ചെയ്യുന്നു. അപ്പോൾ കോൺസ്റ്റന്റിന് എന്ത് ചെയ്യില്ല, ലിമിറ്റിംഗ് does not change. So limit x tends to 2, 10 is equal to 10. This is rule 1. Okay. Second one പറയുന്നത് limit x tends to limit x tends to 5 x square. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സിന് എന്ത് കൊടുക്കുക, 5 കൊടുക്കുക. സോ ഈക്വൽ ടു എന്ത് കിട്ടും, 5 സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്, 25. റൂള് 2. പവേഴ്സിന് കൊടുക്കുകയാണെങ്കിൽ അത് എങ്ങനെ കൊടുക്കുക, ആ എക്സിൻ്റെ പ്ലേസിൽ എന്ത് കൊടുക്കുക, എയുടെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി തേർഡ് വൺ എന്താ പറയുന്നത്, ലിമിറ്റ് എക്സ് ടെൻ ടു 2 5 ഇൻറ്റു എക്സ് റേസ് ടു 4. അപ്പോൾ 5 ഇസ് എ കോൺസ്റ്റന്റ്, ടു ടേക്ക് ഇറ്റ് ആസ് ഔട്ട്സൈഡ്. സോ 5 ഇൻറ്റു നമ്മൾക്ക് എന്താ പറഞ്ഞത്, ഇവിടെ നമ്മൾ നേരത്തെ എന്താ പ്രോപ്പർട്ടി പറഞ്ഞാൽ, ലിമിറ്റ് എക്സ് ടെൻസ് ടു എ കെ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്താ, കെ ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു എഫ് ഓഫ് എക്സ് ആണ്. ഓക്കെ, so limit x tends to 2 5 into x raised to 4 is equal to when they limit x tends to 2 x raised to 4, so which is equal to 5 into 2 apply ചെയ്യുമ്പോൾ എന്ത് വരും, 5 into 2 raised to 4, that is 5 into 32, I'm sorry 16 ആണ് കേട്ടോ, 16 which is equal to 80 കിട്ടും. ഓക്കെ, അപ്പം അതേപോലെ തന്നെയാണ് അടുത്ത കേസുകൾ നമ്മൾ പറയണത്. അപ്പം ഇവിടെ നിങ്ങൾ ഫോർത്ത് വൺ എന്താ ചെയ്യുന്നത്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് ക്യൂബ് പ്ലസ് 3x. സോ ഹിയർ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് ക്യൂബ് പ്ലസ് 3x. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ പറഞ്ഞു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ്
പ്ലസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ജി ഓഫ് എക്സ് ആണ്. അപ്പോൾ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ എന്തരും ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് ക്യൂബ് പ്ലസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 3x വരും. സോ ഹിയർ നമ്മൾ എക്സിന് എന്ത് കൊടുക്കുക 2 കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും 2 ഹോൾ റേസ് ടു ക്യൂബ് പ്ലസ് 3 ഇൻറ്റു 2 എക്സിന് നമ്മൾ 2 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 2 റേസ് ടു ക്യൂബ് എന്താ 8 6 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 14 കിട്ടും. ക്ലിയർ? ഇതാണ് റൂള് 4 എന്ന് പറഞ്ഞത്. സെപ്പറേറ്റ് സമ്മിന് കൊടുക്കാം. ആൻഡ് ഫിഫ്ത്ത് വൺ എന്താ പറയുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 4 നമ്മൾ എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് പറയുമ്പോൾ അപ്പോൾ ഇവിടെ എക്സ് പ്ലസ് 8 എക്സ് മൈനസ് 5. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു സെപ്പറേറ്റ് ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ എക്സ് ടെൻസ് ടു 4 എക്സ് പ്ലസ് 8 ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു 4 എക്സ് മൈനസ് 5. സോ 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും 4 പ്ലസ് 8 ഇൻറ്റു 4 മൈനസ് 5 വിച്ച് ഇസ് ഈക്വൽ ടു 12 ഇൻറ്റു മൈനസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് 12. ക്ലിയർ? അപ്പോൾ ഇതാണ് ഫിഫ്ത്ത് വൺ പ്രോപ്പർട്ടി. ഇനി അടുത്ത എന്താ നമ്മൾ പറഞ്ഞു ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 4x സ്ക്വയർ മൈനസ് 5x പ്ലസ് 10 ഡിവൈഡഡ് ബൈ 10x പ്ലസ് 5 ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സ് ആണ്. അപ്പം നമ്മൾ എന്താ പറഞ്ഞു ലിമിറ്റ് എന്താ പറഞ്ഞത് ന്യൂമറേറ്ററിന് ലിമിറ്റ് കൊടുക്കുക അതുപോലെ തന്നെ ഡിനോമിനേറ്ററിന് ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ ന്യൂമറേറ്ററിന് കൊടുക്കുമ്പോൾ എന്താ 4x സ്ക്വയർ മൈനസ് 5x പ്ലസ് 10 ഹോൾ ഡിവൈഡഡ് ബൈ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 10x പ്ലസ് 5 വരും. സോ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് വരും 4 into 2 square minus 5 into 2 plus 10 divided by 10 into 2 plus 5 which is equal to 4 into 4. I'm sorry. Okay. 4 into 4 minus 10 plus 10 divided by 10 into 2 and that 20 plus 5 which is equal to 4 into 4 16. 10 cancel ചെയ്തു. So 16 by 25 കിട്ടും. ഓക്കെ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ന്യൂമറേറ്ററിനും ലിമിറ്റിംഗ് കൊടുക്കുക ഡിനോമിനേറ്ററിനും ലിമിറ്റിംഗ് കൊടുക്കുക. അടുത്ത് സെവൻത്ത് പ്രോപ്പർട്ടി എന്താ പറഞ്ഞത് സെവൻത്ത് റൂള് ഇഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 2 ഓക്കെ സോ ലിമിറ്റ് എക്സ് ടെൻ ടു 3 എഫ് ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ആണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻ ടു 3 എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്തിട്ടും ലിമിറ്റ് കൊടുക്കുമ്പോൾ 3 കൊടുക്കുമ്പോൾ 3 പ്ലസ് 2 ഹോൾ സ്ക്വയർ എന്താ ദാറ്റ് ഈസ് 5 ഹോൾ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 25 കിട്ടും. നമ്മളത് എന്തിനോട് ഈക്വൽ ആണെന്നാണ് പറഞ്ഞത് ലിമിറ്റ് എക്സ് ടെൻ ടു 3 എഫ് ഓഫ് എക്സ് ഹോൾ സ്ക്വയറിനോട് ഈക്വൽ ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻ ടു 3 എഫ് ഓഫ് എക്സ് എന്തായിരുന്നു എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 2 കൊടുക്കുമ്പോൾ എന്തായിട്ടും 3 പ്ലസ് 2 ഹോൾ റേസ് ടു 2 ആണ് which is equal to എന്താ 5 സ്ക്വയർ which is equal to 25. അപ്പോൾ ഇവിടെയും 25 ആണ് ഇവിടെയും 25 ആണെങ്കിൽ ഇത് രണ്ടും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും. ക്ലിയർ? അപ്പം ഇതാണ് സെവൻത്ത് പ്രോപ്പർട്ടി പറയുന്നത്. അപ്പം ഇത്രയും 7 റൂൾസുകളാണ് നമ്മൾ ഇപ്പം ഈ 7 റൂൾസുകളും വെച്ചിട്ടാണ് ഇനി നമ്മൾ പ്രോബ്ലംസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പം ഇതിൽ ഡൗട്ട് ഇല്ലാതെ വിചാരിക്കണോ? ക്ലിയർ?